ഇതിന്റെ ഫിറ്റ്നസ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണ് നിലപാട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇങ്ങനെ ബിൽഡിംഗ് ഇത്രമാത്രം മോശകരമായ ആ സ്ഥാപനത്തിന് ആരാണ് ഫിറ്റ്നസ് കൊടുത്തത് എന്നുള്ളത് നമുക്കറിയണം. ഇപ്പൊ പുതിയ പാലത്തിന്റെ ഞങ്ങള് പോയിട്ട് പരിശോധിച്ച ബിൽഡിംഗ് ആണ്. അത് എപ്പോഴും വേഗം പൂട്ടി താക്കോല് ഇപ്പൊ കോർപ്പറേഷനിൽ എത്തിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് നിൽക്കുന്നത്. അത് എപ്പോഴാണ് വീഴാന്ന് അറിയില്ല. ഇതൊരു ഉദാഹരണമായി ഞങ്ങളെ മുമ്പിൽ ഇപ്പം വന്ന് പെട്ടതാണ്. അതുകൊണ്ട് മേയർ വരണം, ഇതിന്റെ ഫിറ്റ്നസ് എന്താണ് ഇതിന്റെ സാഹചര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അതാണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞ കൗൺസിൽ പൊളിക്കാൻ തീരുമാനിച്ചതാണ്. പിന്നീട് എങ്ങനെ ഇത് ഫിറ്റ്നസ് കൊടുത്തുകൊണ്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിന് ഉദ്യോഗസ്ഥന്മാർ മറുപടി അറിയണം. അത് മേയർ പറയുന്ന ഫിറ്റ്നസ് ഉള്ള കെട്ടിടം അതുകൊണ്ടാണ് ലൈസൻസ് കൊടുത്തത്. അത് ഇതിനു മുമ്പേ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണത്. ആ തീരുമാനം പിന്നെ എങ്ങനെ ഫിറ്റ്നസ് ആയി എന്നുള്ളതാണ് അറിയേണ്ടത്. അത്രമാത്രം മോശകരമായ ഒരു ബിൽഡിംഗ്. ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തിട്ടേ ഉള്ളൂ. കണക്കില് കോഴിക്കോട് കോർപ്പറേഷനിൽ എത്ര കെട്ടിടമാണ് നിൽക്കുന്നത്. പുതിയ പാലത്തൊന്നും നിങ്ങൾ പോയി നോക്കൂ. കമ്പികൾ മുഴുവൻ ഇങ്ങനെ മണ്ണുകൾ സിമെന്റ് കട്ടകൾ ഇടിച്ചു വീഴുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാല ശ്മശാനത്തിന്റെ മുമ്പിലുള്ള കെട്ടിടം.